نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട് മക്കളെ, സെറ്റ് അല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ്. 3ാം ക്ലാസ്സിന്റെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. റെഡിയാണോ നിങ്ങൾ? 3ാം ക്ലാസ്സിന്റെ ക്രിസ്മസ് പരീക്ഷ ഏതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളമാണ്. സെറ്റ് ആണോ? അതിനു മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു. അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി 9496544588 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ 9496544588 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള PDF-കൾ കാര്യങ്ങളൊക്കെ അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. സെറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പഠിക്കടോ ചങ്ങായിമാരെ, പഠിക്കുക തന്നെ. അതന്നെ, കുത്തിരുന്ന് പഠിക്കുക. യെസ് ഗൈസ്, എല്ലാ വിഷയം 1 മുതൽ 4 വരെയുള്ള എല്ലാ വിഷയത്തിന്റെയും ഇമ്പോർട്ടന്റ് പാർട്സ്, അതൊരു ഇമ്പോർട്ടന്റ് പാർട്സ് ആണ്. ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അതൊരു ഇമ്പോർട്ടന്റ് പാർട്സ് ആണ്. ആ ഒരു വീഡിയോ എന്റെ മക്കൾ കാണാതെ പോകരുത്. ആ വീഡിയോ എന്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളും കാണണം. യെസ് ഗൈസ്, നമ്മൾ പോവുകയാണ്. നമ്മൾ 1ാമത്തെ ചോദ്യത്തിലേക്ക് പോകാൻ പോവുകയാണ്. 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രവർത്തനം 1, വായിക്കാം എഴുതാം അല്ലെ? ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളോട് ചോദിക്കുക ഇല്ലേ? ഇതേപോലെയുള്ള 1ാമത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സംഭവം തന്നിട്ട് നമ്മളോട് അത് വായിച്ചിട്ട് അതിന്റെ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും പറയുക. യെസ് ഗൈസ്, നമ്മൾ പോവുകയാണ്, വായിക്കുകയാണ്. അപ്പു എഴുതിയ ഒരു കുറിപ്പ് വായിക്കൂ അല്ലെ? അച്ഛന് തെങ്ങുകയറ്റമാണ് ജോലി. അമ്മ പാടത്ത് പണിക്ക് പോകും. കൊയ്യാനും ഞാറ് നടാനും കള പറിക്കാനും കറ്റ മെതിക്കാനും ഒക്കെ അമ്മ പോകാറുണ്ട്. കൊയ്ത്തു കഴിഞ്ഞാൽ പാടത്ത് ഞങ്ങൾ കുട്ടികൾ പലതരം കളികളിൽ ഏർപ്പെടും. നാടൻ കളികളും ക്രിക്കറ്റും എല്ലാം കളിക്കാറുണ്ട്. അമ്മ പണിക്ക് പോകുമ്പോൾ അവധി ദിവസമാണെങ്കിൽ ഞാനും പോകാറുണ്ട്. കലപ്പ, നുകം, മരം, കൈക്കോട്ട്, ട്രാക്ടർ, ട്രില്ലർ തുടങ്ങിയവയൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. നാടൻ പാട്ടുകൾ പാടിയാണ് അമ്മയും കൂട്ടുകാരും പാടത്ത് പണിയെടുക്കുന്നത്. പണിയെടുക്കുമ്പോൾ അതിൻ്റെ ആയാസം അറിയാതിരിക്കാൻ തൊഴിലാളികൾ നാടൻ പാട്ടുകൾ പാടാറുണ്ട് എന്ന് അമ്മ പറഞ്ഞു. കുറിപ്പ് വായിച്ചല്ലോ. ഇനി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറയണം. മക്കളെ, ഇതേപോലെയുള്ള ഒരു കുറിപ്പാണ്. യെസ് ഗൈസ്, ഇതേപോലെയുള്ള ഒരു കുറിപ്പാണ് നമ്മളോട് ആദ്യം തന്നെ ചോദിക്കുക. ആദ്യം തന്നെ ഇതേപോലെയുള്ള ഒരു കുറിപ്പ് ചോദിക്കും. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാടൻ കളി അല്ലാത്തത് ഏത് എന്നാണ്. ഇവിടെ അക്കുകളി കൊടുത്തിട്ടുണ്ട്, ക്രിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, തലപ്പന്ത് കളി കൊടുത്തിട്ടുണ്ട്, അമ്മാനക്കളി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് നാടൻ കളി അല്ലാത്തത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൊടുക്കാം. അത് ഏതാണ്? ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ് ഒരു നാടൻ കളി ഒന്നല്ലല്ലോ, ആണോ? യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. പണിയെടുക്കുമ്പോൾ പാട്ടുകൾ പാടുന്നത് എന്തിനാണ് അല്ലെ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പണിയെടുക്കുന്നതിലെ ആയാസം, പണിയെടുക്കുമ്പോൾ അതിന്റെ ആയാസം അറിയാതിരിക്കാൻ തൊഴിലാളികൾ പാട്ട് പാടാറുണ്ട് ഇല്ലേ? എന്തിനാണ് ആയാസം അറിയാതിരിക്കാൻ അല്ലെ? ആയാസം അറിയാതിരിക്കാനാണ്. പിന്നെയോ, കൂട്ടമായി ചെയ്യുന്ന ഒരു ജോലിയാണ് എന്ത്? മീൻപിടുത്തമാണോ, തെങ്ങുകയറ്റമാണോ, ഞാറുനടിയിലാണോ, മീൻ വിൽപ്പനയാണോ? ഞാറുനടിയിലാണ്. എന്താടാ മക്കളെ? കൂട്ടമായി ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാ? ഞാറുനടിയിലാണ്. അതേപോലെ തന്നെ നെൽകൃഷിയുമായി ബന്ധമില്ലാത്തത് ഏത്? കലപ്പ, കറ്റമെതിക്കൽ, കൈക്കോട്ട്, കുഴിയെടുക്കൽ. ഇതില് കുഴിയെടുക്കല് നെൽകൃഷിക്ക് ആവശ്യമില്ല. ഉണ്ടോ? കുഴിയെടുക്കണോ നെൽകൃഷിയിൽ? കുയ്യിന്റെ അകത്താണോ അത് കൊണ്ടുപോയി നട്ട്? അല്ലല്ലോ, കുയ്യിന്റെ അകത്തൊന്നല്ല ഇത് കൊണ്ടുപോയി നട്ടത്. മറ്റേ വയലിൽ അവിടെ അങ്ങനെ കറ്റമെതിച്ച് ടുണ്ടുട് അങ്ങനെയൊക്കെയാണ്. യെസ് ഗൈസ്, അമ്മയോടൊപ്പം പിന്നെ നമ്മളെ വീഡിയോയുടെ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്. അത് വെറുതെ കൊടുത്തതല്ല. ലൈക്ക് ബട്ടൺ എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്താണ് അല്ലേ ഗൈസ്? അപ്പൊ അതെന്ത് ചെയ്യുക? അതൊന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക, സെറ്റ് ആക്കാം. ഓക്കെ, റെഡിയാണോ? യെസ് ഗൈസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ചോദ്യം നോക്കൂ. അമ്മയോടൊപ്പം അപ്പു പാടത്ത് പോകുന്നത് എപ്പോഴാണ്? അമ്മയോടൊപ്പം അപ്പു പാടത്ത് പോകുന്നത് അവധി ദിവസമാണോ, വൈകുന്നേരമാണോ, രാവിലെയാണോ, എല്ലാ ദിവസവും ആണോ? നമുക്ക് വേഗം എഴുതി കൊടുക്കാം. ഏതാണ് ദിവസം? അവധി ദിവസം എന്നുള്ളത് വേഗം എഴുതി കൊടുക്കാം ഇല്ലേ? എടാ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഉത്തരമൊക്കെ വേഗം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ചോദ്യം വായിക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറ്റണം. അല്ലാണ്ട് ഈ ചോദ്യം വായിക്കുന്ന സമയത്ത് മറ്റോന്റെ പേപ്പറിലേക്ക് ഇങ്ങനെ എഴുതി നോക്കിയിട്ട് ആ ടീച്ചർ അടുത്ത് നിന്ന് വെറുതെ കിട്ടിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ ഈ സംഭവം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉത്തരം എഴുതുമ്പോൾ അത് കറക്റ്റ് ഉത്തരം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ വായിച്ച് നമ്മുടെ മൈൻഡിലേക്ക് കയറണം, മനസ്സിരുത്തി വായിക്കണം. അതുതന്നെയാണ് ചോദ്യ പേപ്പർ തരുന്നത് 15 മിനിറ്റ് സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വായിക്കാനുള്ള സമയമാണ്. 15 മിനിറ്റ് സമയം ഉണ്ടല്ലോ ചോദ്യ പേപ്പർ തരുമ്പോൾ, അത് നിങ്ങൾക്ക് വായിക്കാനുള്ള സമയമാണ്. അത് നല്ലോണം വായിക്കണ്ടേ? യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ ക്രിക്കറ്റ്,
ആയാസം അറിയാതിരിക്കാൻ ഞാറുനടിയിൽ കുഴിയെടുക്കൽ അവധി ദിവസം, ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു. അടുത്തത്, മഴ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് മഴയുടെ വരവ്? ഒരു അനുഭവക്കുറിപ്പ് എഴുതാൻ വേണ്ടി പറയാണ് അല്ലേ, അനുഭവക്കുറിപ്പ്. മഴയൊക്കെ നമുക്കറിയാം, നമുക്ക് അനുഭവക്കുറിപ്പ് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റൂലേ? സാറിന്റെ അടി എങ്ങനെയുണ്ട്? ഒരു അനുഭവക്കുറിപ്പ് എഴുതുമോ? നമുക്ക് എഴുതി കൊടുക്കാം അനുഭവക്കുറിപ്പ് അല്ലേ. സാറിന്റെ അടി വളരെ നല്ലൊരു അടിയാണ്, തീരെ വേദന ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിലും അല്ലെങ്കിൽ വേറെ എവിടെയും സ്ഥലത്ത് എവിടെ അടിയിട്ടില്ലേ പറയണ്ട, അറിയുന്ന സ്ഥലം പറയണ്ട കേട്ടോ, അവിടെയൊന്നും തീരെ കലയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണോ? അനുഭവക്കുറിപ്പ് നമുക്ക് നോക്കാം അല്ലെ. ആകാശം കറുക്കും, മഴയെ പറ്റിയാണ് നമ്മൾ അനുഭവക്കുറിപ്പ് എഴുതുന്നത് അല്ലെ. മനോഹരമായിട്ടുള്ള ഒരു കുറിപ്പ്. യെസ്, നോക്കൂ. ആകാശം കറുക്കും, തണുത്ത കാറ്റ് വീശും, മിന്നലും കൂടെ ഇടിയും വരും, ഇലകൾ കാറ്റിൽ പറക്കും, തവളകൾ കരയും, ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയോടെ മഴത്തുള്ളികൾ താഴേക്ക് പതിക്കും, മാനത്ത് നിന്ന് നൂലിറക്കുന്നത് പോലെ തോന്നും, അത് കണ്ടാൽ പിന്നെ മഴനൂലിന് വണ്ണം കൂടും, കുറെ നേരം പെയ്ത് കഴിയുമ്പോൾ മഴനൂല് ചെറുതായി വരും. കണ്ടോ, മഴയെ പറ്റിയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു അനുഭവക്കുറിപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇല്ലേ ഇവിടെ മക്കളെ. ആകാശം കറുക്കും ഇല്ലേ, തണുത്ത കാറ്റു വീശും, മിന്നലും കൂടെ ഇടിയും വരും, ഇലകൾ കാറ്റിൽ പറക്കും, തവളകൾ കരയും, ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയോടെ മഴത്തുള്ളികൾ താഴേക്ക് പതിക്കും, മാനത്ത് നിന്ന് നൂലിറക്കുന്നത് പോലെ തോന്നും, അത് കണ്ടാൽ പിന്നെ മഴനൂലിന് വണ്ണം കൂടും, കുറെ നേരം പെയ്തു കഴിയുമ്പോൾ മഴനൂല് ചെറുതായി വരും ഇല്ലേ. ഒരു മഴനൂലിനെ പോലെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മള് ആ ഒരു മഴത്തുള്ളി അല്ലെങ്കിൽ മഴയെ വർണ്ണിച്ചിരിക്കുന്നത്. യെസ് ഗൈസ്, ഇനി അടുത്തത് മഴച്ചൊല്ല് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പലതരം പഴഞ്ചൊല്ലുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ മഴച്ചൊല്ല്, തിരുവാതിരയിൽ തിരിമുറിയാതെ എന്ന് പറയുന്ന മഴച്ചൊല്ല്. ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഏത് മഴച്ചൊല്ലുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇനി ചൊല്ലുകളെ പറ്റിയൊക്കെ ഒരുപാട് ചൊല്ലുകളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ ഗൈസ്. നെക്സ്റ്റ് ചോദ്യം, പ്രവർത്തനം 3, പോസ്റ്റർ വാക്യം തയ്യാറാക്കുക. ചിത്രം നോക്കൂ. ജലക്ഷാമം രൂക്ഷമായ പക്ഷികളും മൃഗങ്ങളും വെള്ളം കിട്ടാതെ വലയും, ജലം അമൂല്യമാണ് എന്ന ആശയം എഴുതാൻ പോസ്റ്റർ വാക്യം എഴുതുക. പോസ്റ്റർ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഒരു പോസ്റ്റർ എഴുതേണ്ടത് ഇല്ലേ? പോസ്റ്റർ എഴുതുമ്പോൾ ആദ്യം നല്ല ഭംഗിയിൽ എന്ത് ചെയ്യുക, ഒരു ബോർഡർ വരച്ചു കൊടുക്കുക. അതിൽ എഴുതുന്ന അക്ഷരങ്ങൾ അല്ലെ, അക്ഷരങ്ങൾ എന്ത് ചെയ്യുക, ജലം പാഴാക്കരുത്. അക്ഷരങ്ങൾ ഇത് എന്തിനെ പറ്റി എന്നോട് എഴുതാൻ പറഞ്ഞ? ജലത്തിനെ പറ്റി. ജലക്ഷാമം അല്ലെ, ജലക്ഷാമ രൂക്ഷമായ അല്ലെ, ജലം അമൂല്യമാണ് അല്ലെ, അതന്നെ കൊടുക്കാം. ജലം അമൂല്യമാണ് അല്ലെ. ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാം നമുക്ക്? അമൂല്യമാണ്. നമ്മൾ എഴുതുമ്പോൾ അക്ഷരങ്ങളുടെ വലുപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മഴത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരച്ചു കൊടുക്കട്ടെ. മഴത്തുള്ളിയൊക്കെ ഞാനത് എൻ്റെ നോക്കണമെങ്കിൽ ചിത്രം ഉൾപ്പെടുത്തുക. അക്ഷരങ്ങള് അതായത് വാക്കുകൾ എഴുതുമ്പോൾ അതിന്റെ വലുപ്പ വ്യത്യാസം ശ്രദ്ധിക്കുക. ഒരു ബോർഡർ ഉണ്ടായിരിക്കുക, പരമാവധി കളർഫുൾ ആക്കുക. അങ്ങനെയാണ് നമ്മൾ ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഒരു ബോർഡർ ഉണ്ടാവണം, അക്ഷരങ്ങളുടെ വലുപ്പ വ്യത്യാസം ശ്രദ്ധിക്കണം, ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം, കളർഫുൾ ആക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ്, വെള്ളവുമായി ബന്ധപ്പെട്ട പദങ്ങൾ നോക്കൂ. ഈ പദങ്ങൾ അക്ഷരമാലാ ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. വെള്ളം, ജലം, തോയം, സലിലം. ഇത് എങ്ങനെയാണ് അക്ഷരമാലാ ക്രമത്തിൽ എഴുതുന്നത് നമ്മൾ നോക്കുന്നത് അല്ലെ. ഇവിടെ നോക്കൂ, പ്രവർത്തനം 3. ഓരോ തുള്ളി ജലവും പ്രകൃതിയുടെ വരദാനമാണ്, ജലം പാഴാക്കരുതേ. അതാണ് എന്താ മക്കളെ, നമ്മളുടെ ഒരു പോസ്റ്റർ വാക്യം അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റർ എഴുതി കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. യെസ് ഗൈസ്, ഇവിടെ ജലം, തോയം, വെള്ളം, സലിലം അക്ഷരമാലാ ക്രമത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എഴുതിയിട്ടുണ്ട് ഇല്ലേ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോകണം. ഡയറി കുറിപ്പ് അല്ലെ. ഡയറി കുറിപ്പല്ല, ഡയറി കുറിപ്പ്. കുറിപ്പ് തന്നെ ഏതോ സിനിമയെ കാണല്ലേ. കുറിപ്പല്ല, കുറിപ്പ്. ഡയറി കുറിപ്പ് എന്താണ് ഡയറി കുറിപ്പ്? ഇങ്കായിയെയും ഡെങ്കായിയെയും കണ്ട ദിവസം ഉണ്ണിക്കുട്ടൻ ഡയറിയിൽ എന്തൊക്കെയാവും കുറിച്ചിട്ടുണ്ടാവുക എഴുതൂ. ഇങ്കായിയെയും ഡെങ്കായിയെയും കണ്ട ദിവസം അല്ലെ. നമുക്കറിയാം, ഒരു ഡയറി എഴുതുമ്പോൾ ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട് ഇല്ലേ. ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഇല്ലേ, ദിവസവും തീയതിയും ഒക്കെ എഴുതിയിട്ട് നമ്മൾ ഡയറിക്ക് ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതാറുള്ളത് അല്ലേ. യെസ്, നമുക്ക് നോക്കാം, ഡയറി നോക്കാം. പ്രവർത്തനം 4. മംഗലാപുരത്ത് മാമന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴി ട്രെയിനിൽ വെച്ച് 2 കൂട്ടുകാരെ കിട്ടി. ഉണ്ടക്കണ്ണും വാലും നീണ്ട ചെവിയും എല്ലാമുള്ള കൂട്ടുകാർ. മുടിയൊക്കെ നീണ്ട് വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്നതാ.
ഡെങ്കായി ഇങ്കായി എന്നാണ് അവരുടെ പേര്. അവരെ കണ്ട് ട്രെയിനിലുള്ള പോലീസുകാർ വരെ പേടിച്ച് ബോധം കെട്ടു. എനിക്ക് അവരെ കണ്ടിട്ട് ഒരു പേടിയും തോന്നിയില്ല. മാണ്ടായി ആണെന്നാ ഞാൻ ആദ്യം ഓർത്തെ. അവരെ കോഴിക്കോട് ഇറക്കി വിട്ടു. അവർക്ക് നല്ല നീണ്ട മുടിയാണ്. അത് വെട്ടാനുള്ള സ്ഥലം അന്വേഷിച്ചാണ് അവർ വന്നത്. മുടിയൊക്കെ വെട്ടി അവർ കോഴിക്കോട് തന്നെ ഉണ്ടാകും. നാളെ ഞാൻ പോയി അവരെ കാണും. അല്ലെ, ഒരു ഡയറിയാണ്. ഒരു ഡയറി എന്താണ്? ഇങ്കായിയെയും ഡെങ്കായിയെയും കണ്ട ദിവസം എഴുതുന്ന ഒരു ഡയറിയാണ്. അപ്പൊ ഇങ്കായിയെയും ഡെങ്കായിയെയും കണ്ടത് എവിടുന്നാണ് കണ്ടത്? അവർക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടായിരുന്നത്? അവരെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് തോന്നിയത്? ഇല്ലേ, ഇനി നാളെ ഞാൻ അവരെ കാണൂലേ, അവരെന്തിനാണ് ഇവിടെ വന്നത്? ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ, നാളെ ഞാൻ അവരെ കാണാൻ വേണ്ടി കോഴിക്കോട് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ, ഇങ്ങനെയാണ് നമ്മളൊരു ഡയറി എഴുതി കൊടുക്കുന്നത്. അല്ലെ, എന്ത് വിഷയം കിട്ടിക്കഴിഞ്ഞാലും നമ്മളെ ഡയറി അത് നമ്മളായി മാറുകയാണ്. പിന്നെ ഇങ്കായിയെയും ഡെങ്കായിയെയും കണ്ട ആരാ? നമ്മളായി മാറുകയാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഡയറി നമ്മൾ എഴുതി കൊടുക്കുന്നത്. സെറ്റാണോ? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. കവിത പൂർത്തിയാക്കാം. ഇവിടെ പ്രവർത്തനം 5 കവിത പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിട്ട് പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. കവിതാ രചനാ മത്സരത്തിൽ പങ്കെടുത്ത അപ്പുവിന് കിട്ടിയ വിഷയമാണ് മഴ കേട്ടോ. മഴയെ കുറിച്ച് ഒരു കവിത നിങ്ങളും എഴുതി നോക്കൂ. ചന്നം പിന്നം പെയ്ത മഴ. ശരിക്കും 2 വരിയൊക്കെ തരാറുണ്ട്. കവിത എഴുതുമ്പോൾ എങ്ങനെയാണ് മക്കളെ? 2 വരിയൊക്കെ സാധാരണ തരും. അങ്ങനെ തരും, 2 വരിയൊക്കെ തരും. ആ 2 വരിയൊക്കെ തന്നിട്ട് നമ്മൾ അങ്ങനെ എഴുതി കൊടുക്കലാണ്. 2 വരിയൊക്കെ തരലുണ്ട്. അങ്ങനെ തരുമ്പോൾ ഞങ്ങൾക്ക് സുഖമാണ്. അതായത് ഇതിന്റെ ഈണം താളം, കവിതന്റെ ഈണം താളം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കവിത പൂർത്തിയാക്കുക. നമുക്ക് നോക്കാം. ഇവിടെ ഒരു കവിത ഉണ്ട്. ചന്നം പിന്നം പെയ്ത മഴ, ചാറിച്ചാറി പെയ്ത മഴ, മണ്ണിനു മീതെ പെയ്ത മഴ, മരത്തിനു മീതെ പെയ്ത മഴ, പുഴയുടെ മീതെ പെയ്ത മഴ, കടലിന് മീതെ പെയ്ത മഴ, എന്തു രസമീ മഴ, നനയാൻ വായോ കൂട്ടുകാരെ. അല്ലേ, മനോഹരമായിട്ടുള്ള ഒരു കവിത. സാധാരണ 4 വരിയൊക്കെ ഫുള്ളായി കൊടുത്താൽ മതിയുണ്ടാവും. 4 വരിയൊക്കെ ഫുള്ളാക്കിയാൽ മതിയുണ്ടാവും. അപ്പോഴേക്ക് തന്നെ നമുക്ക് ഫുൾ മാർക്കിനുള്ള ഏകദേശം വകുപ്പാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. 3ാം ക്ലാസ്സിന്റെ മലയാളമാണ്. ഇതേപോലെ എല്ലാ വിഷയത്തിന്റെയും ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ അതൊക്കെ ഉണ്ട്. ഗ്രൂപ്പിൽ അതിന്റെ PDF-കൾ, ലിങ്കുകൾ, വീഡിയോകൾ എല്ലാം നമ്മൾ അയക്കും. അതൊക്കെ കണ്ട് സെറ്റായിട്ട് എന്റെ മക്കൾ പോയിട്ട് ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. ഫുൾ മാർക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് എന്റെ മക്കൾ സ്കോർ ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ, ടാറ്റാ.